أجمعين أما بعد നേരെയാക്കിട്ട് اللهم മുന്നോട്ടാക്കി يسر വെക്കണേ ولا നിങ്ങളെ. تعسر رب زدنا علما كثيرا. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പഠനത്തെ ഇരുത്തത്തൊക്കെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ വീഴ്ചകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഓക്കെ, ഒന്ന് സൂറത്ത് ഫാത്തിഹ ഞാൻ പാരായണം ചെയ്യുന്നുണ്ട്. ശേഷം നമുക്ക് വിഷയത്തിലേക്ക് പോകാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഒന്നും കൂടി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത്. തിലാവത്ത്, അതായത് വിശുദ്ധ ഖുർആന്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 6 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പാരായണമാണ്, തിലാവത്ത്. രണ്ടാമത് ഫഹ്മുൽ മഅന, അതിൻ്റെ അർത്ഥ ആശയ തലങ്ങളെ കുറിച്ചുള്ളൊരു അറിവ്. പിന്നെ അദ്ദിക്ർ, അതിനെക്കുറിച്ചുള്ള ചിന്തിക്കുക, അതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കുക. ആയത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിലൂടെ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അതിൽ എന്താണ് എന്നോട് പറഞ്ഞത് എന്താണ്, അല്ലെങ്കിൽ അതെന്താണ് എന്നതിനെ കുറിച്ചൊരു ചിന്ത. പിന്നെ അതുമായിട്ട് അതിൻ്റെ അമലു ബിഹി, അത് എന്താണോ പറഞ്ഞത് അത് നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തന പദത്തിൽ കൊണ്ടുവരിക. പിന്നെ ഹിഫ്ളു മിൻ, അതിൽ നിന്ന് നമുക്ക് കഴിയുന്നത് നമ്മൾ പഠിക്കുക. പിന്നെ അന്നശ്റു ബിഹി, അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇതാണ് 6 കാര്യങ്ങൾ. അതിൽ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് തിലാവത്താണ്, പാരായണമായിട്ട് ബന്ധപ്പെട്ടാണ്. പാരായണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് തന്നെയാണ് തെജ്വീദ്. തെജ്വീദ് എന്ന് പറഞ്ഞാൽ നന്നാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അതായിട്ട് റിലേറ്റഡ് വിശുദ്ധ ഖുർആനിൽ വന്ന ആയത്താണ് ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല, അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം വർദ്ധിപ്പിച്ചു കൊള്ളുക. നമസ്കാരമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞാണ് ഒരു സാവകാശ ക്രമത്തിൽ ഖുർആൻ നിർത്തി ഓതുകയും ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഒരു തർത്തീൽ വേണമെന്നാണ് പറയുന്നത്. വറത്തിലിൽ ഖുർആന തർത്തീല. അപ്പൊ തർത്തീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തജ്വീദുൽ ഹുറൂഫ് വ മഅരിഫത്തുൽ വുഖൂഫ് എന്നാണ്. അക്ഷരം തജ്വീദ് എന്ന് പറഞ്ഞാൽ നന്നാക്കുക, ഹുറൂഫ് ഹർഫുകൾ നന്നാക്കുക. വ മഅരിഫത്തുൽ വുഖൂഫ്, വഖൂഫുകളെ കുറിച്ചുള്ള അറിവ്. ഇതാണ് തജ്വീദ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പഠിച്ചു സയ്യിനുൽ ഖുർആന ബി അസ്വാത്തിക്കും, നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഖുർആനിനെ, സയ്യിനു അൽ ഖുർആന, ഖുർആൻ ബി അസ്വാത്തിക്കും, നിങ്ങളുടെ ശബ്ദം കൊണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മൾ വേറെ ആളുകളുടെ ശബ്ദത്തിലേക്കോ വേറൊന്നിലേക്കോ നോക്കണ്ട. നിങ്ങളുടെ ശബ്ദത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ മനോഹരമായ ശബ്ദമുണ്ട്. ആ ശബ്ദത്തിൽ നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ മനോഹരമാക്കാൻ ശ്രമിക്കുക. നമ്മളൊക്കെ വിചാരിക്കുക എൻ്റെ ശബ്ദം ഒന്നിനും കൊള്ളൂല എന്ന്. അങ്ങനെയല്ല, നമുക്കൊക്കെ അതിമനോഹരമായ ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദത്തിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്.
നിങ്ങളുടെ ശബ്ദം കൊണ്ടാണ്. അല്ലാണ്ട് നമ്മൾ മറ്റുള്ള ആളെ കാര്യങ്ങളൊന്നും നോക്കണ്ട എന്ന് ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഹർഫിനെ, ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഹർഫുകളൊക്കെ ഒന്ന് എഴുതാൻ പറഞ്ഞിരുന്നു. ഓരോ ഹർഫുകൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഓക്കെ, ഓരോ ഹർഫുകൾ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഹർഫിൻ്റെ പേര് പറയുന്ന, ഹർഫ് കൃത്യമായിട്ട് പറയുന്ന ഒരു വീഡിയോ, നൗഷാദ് ഉസ്താദിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. നാളെ മറ്റന്നാളായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ അതിൻ്റെ ഒരു വീഡിയോ വരും. അത് കുറച്ചും കൂടി നിങ്ങൾക്ക് അക്ഷരത്തിൻ്റെ പ്രൊനൗൺസിയേഷൻ, അതിൻ്റെ ശബ്ദം, അതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണെന്നുള്ളത് അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അക്ഷരങ്ങൾ ഓരോന്നും നോക്കാം. ഓക്കെ, ഒന്നാമത്തേത് നമുക്കറിയാം അലിഫ്. അലിഫ്, അലിഫ്. പിന്നെ ഹംസ. ഹംസത്ത് എന്നാണ് നമ്മൾ പറയുന്ന സമയത്ത് ഹംസ, ഹംസ, ഹംസ. ബ, ബ. അക്ഷരങ്ങളുടെ പേര് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു, നമ്മളുടെ ഒരു പഠനത്തിൻ്റെ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ശൈലി ഏത് രീതിയിലാണ്? തെഹജി രീതിയിലാണ്. ഇപ്പൊ തെഹജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഓരോന്നിങ്ങനെ പെറുക്കി പെറുക്കി പറയാണ് ഓരോ കാര്യങ്ങൾ. നമ്മൾ ആയത്തെടുക്കുമ്പം ആയത്തിലെ ഒന്നാമത്തത് എന്താണോ അതിൻ്റെ പേരായിരിക്കാം, പിന്നെ അതിൻ്റെ ഹാലായിരിക്കാം, അവിടെ വേറെ എന്തെങ്കിലും ഹുക്കുമുകൾ ഉണ്ടെങ്കിൽ, നിയമങ്ങൾ ഉണ്ടെങ്കിൽ അതായിരിക്കാം. അങ്ങനെയാണ് അത് പറഞ്ഞു പോവുക. അപ്പൊ നമ്മൾ അക്ഷരങ്ങൾ, അതിൻ്റെ പേര് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ബ, ബ എന്ന് പറയണ്ട, ബ ആണ് കേട്ടോ. പിന്നെ ത, ത, സ, 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 സ. പിന്നെ ജീം, ജി, ജി, ജീം, ജീം. ഹ, ഹ, ഹ. ഓക്കെ, പിന്നെ ഹ, 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 ഹ. പിന്നെ വരുന്നത് ദാൽ, ദാൽ, ദാൽ. പിന്നെ ഒന്ന് ദ, 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 ദ. മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ദ, 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 ദാൽ, ദാൽ. പിന്നെ റോ, റോ, റോ. പിന്നെ സായ്, 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 സായ്. പിന്നെ സീൻ, സീൻ, സീൻ. ഷീൻ, ഷീൻ, ഷീൻ. صاد، صاد، صاد. ضاد، ضاد، ضاد. പിന്നെ ط، 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 ط. ظ، 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 ظ. ഐൻ, ഐൻ, ഐൻ അല്ല കേട്ടോ, ഐൻ, ഐൻ. പിന്നെ ഗൈൻ, ഗൈൻ, ഐൻ, ഗൈൻ, ഐൻ, ഗൈൻ. അക്ഷരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കാം. ഫ, ഫ, ഫ. ഖാഫ്, ഖാഫ്, ഖാഫ്. കാഫ്, ക, ഖ, 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 ഖ. കാഫ്. പിന്നെ ലാം, ലാം. മീം, മീം. നൂൻ, നൂൻ. ഹ, ഹ, ഹ.
ഓക്കെ. നിങ്ങൾക്ക് എത്ര ഹർഫുകൾ കിട്ടി? നിങ്ങൾ എഴുതിയിട്ട് അക്ഷരങ്ങൾ എത്ര എണ്ണം കിട്ടി? 27. 27. എണ്ണം പറയൂ, എത്ര കിട്ടിന്ന്? ഒരാൾക്ക് 27 കിട്ടി, 29 കിട്ടി. ഓക്കെ, 27, 29. പിന്നെ 25. 25. ഓക്കെ. പിന്നെ 28. 28. ഓക്കെ. 28. 28. ഓക്കെ. 28. കൊറേ ഓർഡറിലല്ല കിട്ടിയത്. ആ, ഓർഡർ നമുക്ക് ഓർഡർ ആക്കാം ഇൻഷാ അല്ലാ. നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. 25 കിട്ടിയവരുണ്ട്, 28 കിട്ടിയവരുണ്ട്, 29 കിട്ടിയവരുണ്ട്, 31 കിട്ടിയവരുണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യത്യസ്ത രീതിയിലാണ് പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് ആരും നമ്മൾ എന്ത് പറയുന്നില്ല, ഒരു പിന്നെ പ്രയാസപ്പെടുത്തലുകളും ചെയ്യുന്നില്ല. നിങ്ങൾ എഴുതി വെച്ചത് അവിടെ തന്നെ നിന്നോട്ടെ, അത് ആർക്കും കാണിച്ചു കൊടുക്കാനും നിൽക്കണ്ട, അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് 28 ശബ്ദമുള്ള അക്ഷരങ്ങളുണ്ട്. അക്ഷരങ്ങൾ എത്രാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 28 ശബ്ദമുള്ള അക്ഷരങ്ങൾ. 29 ആവും. എങ്ങനെ 29 ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലിഫും ഹംസയും വേറെ വേറെ എഴുതുകയാണെങ്കിൽ 29ലേക്ക് പോകും. ഓക്കെ, 29ലേക്ക് പോകുന്നത് അലിഫിനെയും ഹംസയെയും വേറെ വേറെ എഴുതുന്ന സമയത്ത് 29 ആവും, അല്ലെങ്കിൽ 28. ഇപ്പൊ നമ്മൾ അക്ഷരങ്ങൾ എത്ര ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ ഏറ്റവും എളുപ്പം 28 ശബ്ദമുള്ള അക്ഷരങ്ങൾ എന്ന് പറയലാണ് ഏറ്റവും ബെറ്റർ. 28 ശബ്ദമുള്ള അക്ഷരങ്ങൾ എന്ന് പറയാം. അപ്പൊ ചില ആളുകൾക്ക് 29 കിട്ടും. അത് അലിഫിനെ വേറെ എഴുതുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അലിഫിനെ മാറ്റി എഴുതിക്കൊണ്ട്. ഇവിടെ ഞാൻ ചെയ്തത് അലിഫ് ഹംസ എന്നാണ് എഴുതിയത്. അപ്പോൾ എന്തായി, അത് ഒന്നായിട്ട് പോയി. അപ്പോൾ ഇനി നമ്മൾ എഴുതുന്ന സമയത്ത് എന്നല്ല, ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ PDF നിങ്ങൾക്ക് അയച്ചു തരും. അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് മറ്റേത് വെട്ടൊന്നും വേണ്ട, അവിടെ നിന്നോട്ടെ കേട്ടോ. അത് ജസ്റ്റ് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് അവിടെ നിന്നോട്ടെ, നിങ്ങൾ മാറ്റൊന്നും വേണ്ട. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ 7 എണ്ണം ഒരു കള്ളിയിൽ 7 ഒരു റോല് 7 ആയിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പിന്നെ പുസ്തകത്തിലേക്ക് കൃത്യമായിട്ട് എഴുതി വെക്കണം, തെറ്റാതെ. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു രീതിയിൽ തെറ്റാണ്ട് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പൊ അക്ഷരം ശബ്ദമുള്ള 28, ഹംസനെ വേർത്ത് എഴുതുമ്പോൾ 29 എന്ന് പറഞ്ഞാലും ശരിയാണ്, 28 എന്ന് പറഞ്ഞാലും ശരിയാണ്. അപ്പൊ 29 പറയുന്ന സമയത്ത് എന്തായിരിക്കും, അലിഫും ഹംസയും വേറെ എഴുതിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ പണ്ട് പഠിച്ച കുറെ പിന്നെ എന്താ പറയാ, ലാം അലിഫ് അങ്ങനെയുള്ള കുറെ ഉണ്ട്. അത് നമ്മൾ അങ്ങനെ ആ ഒരു രീതിയിൽ പഠിച്ച. അപ്പൊ നമ്മൾ അറബി ഭാഷയിൽ എത്ര അക്ഷരം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 29 എന്ന് പറയാം, അത് ശരിയാണ്. അല്ലെങ്കിൽ 28 ശബ്ദമുള്ള അക്ഷരങ്ങൾ എന്നും പറയാം, പ്ലസ് അലിഫ് എന്നും പറയാം. അങ്ങനെ 29നെ നമുക്ക് 29നെ പറയാം, അല്ലെങ്കിൽ 28 ശബ്ദമുള്ള അക്ഷരങ്ങൾ എന്ന് പറയാം. രണ്ടും ശരിയാണ് എന്ന് ഓർക്കാം. ഓക്കെ, പിന്നെ എന്താണ് ഫേസസ് ഓഫ് ലെറ്റേഴ്സ്. ഇപ്പൊ ഇത് ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൽ കുറച്ച് ചുവപ്പ് കളർ ഉണ്ട്, കുറച്ച് കറുപ്പ് കളറൊക്കെ ഉണ്ട്. എന്താന്ന് നമുക്ക് വിശദമായിട്ട് പിന്നീട് പറയും. അതേപോലെ ഈ അക്ഷരത്തിന്റെ ഒക്കെ മഖ്റജ് കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഈ അക്ഷരത്തിന്റെ മഖ്റജ് കൃത്യമായിട്ട് നമ്മൾ മഖാരിജുൽ ഹുറൂഫ് എന്ന രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും, കൃത്യമായിട്ട് പഠിക്കാനുണ്ടാവും. അപ്പൊ അതുകൊണ്ട് പിന്നെ പിന്നീട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ പിന്നെ എന്താണ് ഫേസസ് ഓഫ് ലെറ്റർ, അതായത് അക്ഷരങ്ങളുടെ ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാൽ എന്ന് പറയും. ജസ്റ്റ് അതൊന്ന് പറഞ്ഞു പോവാം. 20 ഹാലുകളാണുള്ളത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു 20 ഹാലുകളാണ് എന്തുള്ളത്, ഓരോ ഹർഫിനും 20 ഹാലുകൾ വീതമാണുള്ളത്. അതൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. അപ്പൊ ഹാൽ എന്താന്ന് വിചാരിച്ചിരുന്ന് പേടിക്കാനൊന്നുമില്ല. ഹാല് സിമ്പിൾ ആണ്. എന്താണ്, ബ ഫത്ഹ ബ,
ബ കെസ്ര ബി, ബ ദൊമ ബു, ബ ബി ബു. ബ ഫത്ഹ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഹാല് ഫത്ഹയാണ്, ബ കെസ്ര രണ്ടാമത്തത്, ബ ദൊമ മൂന്നാമത്തെ. അപ്പോൾ ബ ബി ബു, ബ ബി ബു, ബ ബി ബു. പിന്നെ ബ ഫത്ഹ അലിഫ് മദ് ബ, ബ കെസ്ര യാ മദ് ബി, ബ ദൊമ വാ മദ് ബു, ബ ബി ബു, ബ ബി ബു, ബ ബി ബു. പിന്നീട് വരുന്നത് ബ തൻവീൻ ബിൽ ഫത്ഹ ബൻ, ബ തൻവീൻ ബിൽ കസ്ര ബിൻ, ബ തൻവീൻ ബിൽ ദൊമ ബുൻ, ബൻ ബിൻ ബുൻ. പിന്നെ എന്താണ് ബ സുക്കൂൻ എന്ന് നമുക്ക് പറയാം. ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ബ സുക്കൂൻ, അബ്. സുക്കൂനുള്ള അക്ഷരങ്ങൾ പറയുമ്പോൾ ഒരു ഹർഫിനെ കൂട്ടിയിട്ട് പറയാം. സുക്കൂനും ഷദ്ദും ഒക്കെ പറയുമ്പോൾ കൂട്ടി പറയലാണ് അറബി ഭാഷയായിട്ട് ബന്ധപ്പെട്ട ഒരു ഇത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ബ സുക്കൂൻ അബ്. അപ്പൊ ബാഇന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇൻഷാ അള്ളാ അത് നമ്മൾ പിന്നീട് പഠിക്കും കേട്ടോ. ബാഇന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, നമ്മൾ പഠിക്കും. ബാഇനല്ല, സോറി, ഈ സുക്കൂന് ഖുർആനിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾ അത് പിന്നീട് പഠിക്കും. ഓക്കെ. പിന്നെ 11ാമത്തെ ഹാല് വരുന്നത് ബ ഷദ്ദ ഫത്ഹ ബബ്ബ, ബബ്ബ, ബ ഷദ്ദ വ കസ്ര ബബ്ബി, ബ ഷദ്ദ വ ദമ്മ ബബ്ബു. അതായത് ഒന്നാമത്തെ ഹാലിന്റെ അതേ സംഭവം തന്നെയാണ് 11, 12, 13. ഒന്നാമത്തെ ഹാലിൽ ഫത്ഹ വന്നു, പക്ഷെ 11ൽ എത്തുമ്പോൾ അതിന്റെ കൂടെ ഷദ്ദയും കൂടുന്നുണ്ട്. പിന്നീട് വരുന്ന 10 ഹാലുകൾക്ക് ഷദ്ദ വരുന്നുണ്ട്. സെയിം മുകളിൽ പറഞ്ഞ അതേ ഹാല് തന്നെയാണ്, പക്ഷെ അതിന്റെ കൂടെ എന്തും കൂടി ആഡ് ആവുന്നുണ്ട്, ഷദ്ദയും കൂടി വരുന്നുണ്ട്. അപ്പൊ സിമ്പിൾ ആണ്. 10 ഹാല് പഠിച്ചാൽ പിന്നീട് വരുന്ന 11ാമത്തേത് ഒന്നാമത്തെ ഹാല് എന്താണോ അതിനോട് ഷദ്ദ ചേർത്താൽ മതി, എളുപ്പമാണ്. അപ്പൊ ബ ഷദ്ദ ഫത്ഹ ബബ്ബ, ബ ഷദ്ദ കസ്ര ബിബി, ബ ഷദ്ദ ലൊമ ബുബു, ബബ്ബ ബിബി ബുബു. ബ ഷദ്ദ ഫത്ഹ അലിഫ് മദ് ബബ്ബ, ബ ഷദ്ദ കസ്ര യ മദ് ബിബി, ബ ഷദ്ദ ലൊമ വാവ് മദ് ബുബു, ബബ്ബ ബിബി ബുബു. പിന്നെ ബ ഷദ്ദ തൻവീൻ ബിൽ ഫത്ഹ ബബ്ബൻ, ബ ഷദ്ദ തൻവീൻ ബിൽ കസ്ര ബിബിൻ, ബ ഷദ്ദ തൻവീൻ ബിൽ ലൊമ ബുബുൻ, ബബ്ബൻ ബിബിൻ ബുബുൻ. പിന്നെ 20ാമത്തെ ഹാല് ബ ഹർഫ് മുഷദ്ദദ് മൗഖൂഫുൻ അലൈ മഅൽ കൽക്കല എന്നൊക്കെയാണ് 20ാമത്തെ ഹാല്. അവസാനം നമ്മൾ പഠിക്കുക, പരീക്ഷന്റെ തലേന്നൊക്കെ ആയിരിക്കും പഠിക്കുക. ഓക്കെ, 20ാമത്തെ ഹാല്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ ഇപ്പം വറീഡ് ആവണ്ട, അതൊക്കെ ആ സമയത്ത് നമുക്ക് അങ്ങോട്ട് പഠിക്കാം. ഇതാണ് നമ്മൾ പഠിച്ചു പോകുന്ന പിന്നെ 20 ഹാലുകൾ എന്ന് പറയുന്നത്. ബാഇന് 20 ഹാല് കൊടുത്തതാണ്. ഇത് ഇനി നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ പഠിക്കും. ബ ഫത്ഹ വരുന്ന സമയത്ത് കുറെ നിയമങ്ങൾ ഉണ്ടാവും. ആ നിയമങ്ങൾ എന്താണ്? കെസ്ര വരുമ്പോ എന്താ നിയമം? ദൊമ്മ വരുമ്പോ, പിന്നെ ഫത്ഹ അലിഫ് മദ് വരുമ്പോ മദ്ദായിട്ട് ബന്ധപ്പെട്ടത്, തൻവീന് വരുമ്പോ നൂനു സാക്കിന വ തൻവീന്, ഷദ്ദ വരുമ്പോ ഒന്ന, 10ാമത്തെ സുക്കൂന് വരുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ ഓരോ ഹാലുകൾ എടുത്ത് പഠിച്ച് അത് അങ്ങനെ പോവാം. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു ക്ലാസ് പോലും മിസ്സാവാൻ പാടില്ല. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഫത്ഹ പഠിച്ചു, അപ്പൊ ഫത്ഹയായിട്ട് ബന്ധപ്പെട്ടു കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ 2ാമത്തെ ക്ലാസ്സിൽ കെസ്റയായിരിക്കും, പിന്നെ ലൊമ്മയായിരിക്കും. അങ്ങനെ പഠിച്ച് പോകുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് കണക്ഷൻ തെറ്റുന്ന സമയത്ത് നമുക്ക് പിന്നെ എന്താവും, നമ്മുടെ ക്ലാസ്സിനെ ജോയിൻ ചെയ്യാൻ പ്രയാസമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ക്ലാസ്സുകൾ പരമാവധി ലീവ് ആക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് വളരെ വിനയപൂർവ്വം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നമ്മളുടെ പിന്നെ ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മഖാരിജുൽ ഹുറൂഫ്, അക്ഷരത്തിന്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. മഖാരിജുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. അപ്പൊ മഖാരിജുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനം. 5 സ്ഥലങ്ങളിൽ നിന്നാണ് അക്ഷരങ്ങൾ ഉത്ഭവിക്കുന്നത്. 5 ഇതിന്റെ പ്രധാനമായിട്ടുള്ള 5 സ്ഥലങ്ങളിൽ നിന്നാണ് അക്ഷരങ്ങൾ പുറപ്പെടുന്നത്. 5 സ്ഥലങ്ങളിൽ. ആ 5 സ്ഥലങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. 1 ഹൽക്ക്, 2 ലിസാൻ, പിന്നെ ഷഫതൈൻ എന്നും പറയാം, ചുണ്ടുകൾ എന്ന്.
ഹൽക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ടയാണ്. ലിസാൻ എന്ന് പറയുന്നത് നാവാണ്. ഷഫത്താൻ അല്ല ഷഫ എന്ന് പറയുന്നത് ചുണ്ടുകൾ, ഷഫത്തൈൻ, രണ്ട് ചുണ്ടുകൾ എന്ന് പറയാം. പിന്നെ ജൗഫ് എന്നാണ്. ജൗഫ് എന്ന് പറഞ്ഞത് പൊള്ളയായ ഭാഗം, വായിൽ. അത് നമുക്ക് കൃത്യമായിട്ട് അതിന്റെ പൊസിഷൻ കാണിക്കും, അപ്പൊ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ പേജസ്റ്റ് പേരൊന്ന് കേൾക്കാം. പിന്നെ വരുന്നത് ഹൈഷൂമാണ്. ഹൈഷൂം എന്ന് പറഞ്ഞാൽ തരിമൂക്ക് എന്ന് പറയും, മൂക്ക്. ഓക്കെ, നോക്കൂ നിങ്ങൾ, അതിന്റെ ഓരോ പോയിന്റും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഹൈഷൂം എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ, മൂക്കിന്റെ ഭാഗമാണ്, തരിമൂക്ക്, മൂക്ക്. പിന്നെ ജൗഫ് എന്ന് പറഞ്ഞ വായയുടെ പൊള്ളയായ ഭാഗം. ജൗഫ് എന്ന് ശരിക്കും എന്തിനാണ്? മദ്ദക്ഷരങ്ങൾക്കാണ് ജൗഫ് വരുന്നത്. ഹൈഷൂം എന്ന് പറയുന്നത് ഉന്ന, മണിക്കാൻ വേണ്ടിയിട്ടാ. മണിക്കാൻ നേരത്ത് മൂക്ക് പിടിച്ചിട്ട് ഉന്ന ചെയ്യാൻ നോക്കിയാൽ അത് കഴിയില്ല. ഒന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കിയാൽ മതി, മൂക്ക് പിടിച്ചിട്ട് ഉന്ന ചെയ്യാൻ. ഇന്ന എന്നൊക്കെ പറയാം, ഇന്ന എന്ന് പറഞ്ഞു നോക്കി മൂക്ക് പിടിച്ച് കയറ്റി ഇന്ന മണിക്കാൻ കഴിയില്ല. അപ്പൊ അത് ഹൈഷൂം എന്ന് പറയുന്നത് ഒന്ന ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതാണ്. ജൗഫ് എന്ന് പറഞ്ഞത് മദ്ദിൻ്റെതാണ്. ഓക്കെ, ഇനി നോക്കൂ, ഹൽക്ക് തൊണ്ടയുടെ ഭാഗമാണ്. നീല കളറിൽ കാണുന്ന ഭാഗം തൊണ്ടയുടെ ഭാഗമാണ്. ലിസാൻ എന്ന് പറയുന്നത് നാവ്. പിന്നെ അഷഫത്താൻ രണ്ട് ചുണ്ടുകൾ. ക്ലിയർ ആണല്ലോ? ഇതാണ് മേജർ പാർട്ട്. ശബ്ദങ്ങൾ പുറത്തു വരുന്ന 5 പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതില് ഹൽക്ക്, ലിസാന്, ഷഫത്താൻ, ഈ 3 ഭാഗങ്ങളിൽ നിന്നാണ് ഹർഫുകൾ കൃത്യമായിട്ട് പുറപ്പെടുന്നത്. ജൗഫ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എന്താണ്? മദ്ദക്ഷരങ്ങൾക്കാണ്. എന്ന് പറയില്ലേ, അതിനാണ് അത് ജൗഫ്, അതിലൂടെയാണ് വരിക, വായുടെ പൊള്ളയായ ഭാഗം. പിന്നെ ഹൈഷൂം എന്ന് പറയുന്നത് ഉന്ന ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഹർഫുകൾ വരുന്നത് 3 ഭാഗത്തു നിന്നാണ്, ഹൽക്ക്, ലിസാന്, ഷഫ. മറ്റേ രണ്ടും എന്താണ്? മദ്ദക്ഷരങ്ങൾ, മദ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ജൗഫ്. ഹൈഷൂം ഉന്ന ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സംശയം എന്തുണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കാം. ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. തൊണ്ട. ഇനി അത് വിശദമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഹൽക്ക് എന്നും വരുന്ന അക്ഷരങ്ങൾ ഏതാണ്? ഹൽക്കിനെ വീണ്ടും നമ്മൾ കുറച്ച് പാർട്ടൊക്കെ ആക്കുന്നുണ്ട്. ഹൽക്കിനെ വീണ്ടും പാർട്ടുകളാക്കാൻ തന്നെ ഭാഗിക്കുന്നുണ്ട് കേട്ടോ. ലിസാനും അങ്ങനെ തന്നെയാണ്, ഷഫത്തും അങ്ങനെ തന്നെയാണ്. അപ്പോ നമുക്ക് നോക്കാം. ഹൽക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ട, ലിസാൻ എന്ന് പറഞ്ഞ നാവ്, ഷഫത്താൻ രണ്ട് ചുണ്ടുകൾ. ഷഫ. ജൗഫ് എന്ന് പറഞ്ഞാൽ പൊള്ളയായ ഭാഗം എന്നാണ്, എംപ്റ്റി സ്പേസ് എന്നാണ്, ഒഴിഞ്ഞ ഭാഗം. എന്താ, ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം, നോക്കൂ നിങ്ങള്. ത്രോട്ട്. ലിസാൻ എന്ന് പറഞ്ഞാൽ ടങ്, നാവ്. ഷഫത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 ലിപ്സ്. അൽ ജൗഫ് എന്ന് പറഞ്ഞാൽ ദ എംപ്റ്റി സ്പേസ് ഇൻ ദ മൗത്ത്, വായിലെ പൊള്ളയായ ഒഴിഞ്ഞ ഭാഗം, കാലിയായ ഭാഗം. എന്ന് പറയുന്ന സമയത്ത് വായിൽ ഒഴിഞ്ഞു നിൽക്കുന്ന ഭാഗം നമ്മൾ നേരത്തെ പിക്ചറിൽ കണ്ടു, അതാണത്. പിന്നെ ഹൈഷും എന്ന് പറഞ്ഞാൽ മൂക്ക്, തരിമൂക്ക് നമ്മൾ പറയും, മൂക്കാണ്. ഓക്കെ, ഇതാണ് അതിന്റെ ഇത്. മലയാളത്തിൽ നമുക്ക് പറയാം. അൽ ഹൽക്ക്, തൊണ്ട. ഇതാണ് ഹുറൂഫുൽ ഹൽക്ക് വ മഖാരിജുഹ. ഹുറൂഫുൽ ഹൽക്ക് തൊണ്ടയുടെ അക്ഷരങ്ങൾ, വ മഖാരിജുഹ അതിന്റെ ഉത്ഭവ സ്ഥാനങ്ങൾ. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അഹ, 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 പിന്നെ ഓക്കെ. ആരെങ്കിലും ഒരാള് ഒന്നാമത്തെ ആയത്തൊന്ന് പാരായണം ചെയ്യും. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. وأغطش ليلها وأخرج ضحاها. ആരാ ഓതിയത്? അവളെ പേര് പറഞ്ഞില്ല.
ഓക്കെ, ഉഷാറായിട്ടുണ്ട്. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീ. ഓക്കെ, പിന്നെ അടുത്തായിട്ട് വേറൊരാൾ പാരായണം ചെയ്യൂ. الله من الشيطان الرجيم والأرض بعد ذلك دحاها. ഓക്കെ ഓക്കെ ഓക്കെ, രണ്ടാളും നല്ല ഉഷാറായിട്ട് പാരായണം ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹ്. ഓക്കെ, ഒന്നാമത്തേത് ഹംസ അലിഫ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാട്ടോ, നോക്കാം. ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. മൈക്ക് ബാക്കിയുള്ളവർ പിന്നെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മൈക്ക് ഓഫ് ആക്കണേ. ഹൽക്ക് തൊണ്ട, തൊണ്ടയുടെ ഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ആ ഒരു വയലറ്റ് കളറിൽ കൊടുത്ത ഭാഗമാണ് കാണുന്നത്. ഹൽക്ക് തൊണ്ട എന്ന് പറയുന്നത് എന്താണ്? വഫി തലാസത്തു മഖാരിജ് ലി സിത്തത്തി അഹ്റുഫ്. തൊണ്ടയിൽ നിന്ന് എന്തുണ്ട്? തൊണ്ടയിൽ 3 മഖ്റജ് ഉണ്ട്. തൊണ്ട എന്ന നമ്മളുടെ ഈ തൊണ്ട എത്ര ഉണ്ട്? 3 പോയിന്റുകൾ ഉണ്ട്, 3 മഖ്റജ് ഉണ്ട്. പുറത്ത് വരുന്ന പൊസിഷൻ 3 എണ്ണാണ്. അതിൽ നിന്ന് എത്ര? 6 ഹർഫുകൾ വരുന്നുണ്ട്. 6 ഹർഫുകൾ. 6 ഹർഫുകളിൽ ഒന്നാമത്തെ ഹർഫ് അ അ അല്ലേ? രണ്ടാമത്തത് ഹ ഹ. അപ്പൊ അതിന്റെ തൊട്ട താഴത്ത് നിങ്ങൾ നോക്കൂ, 1 2 3 എന്ന് അടയാളിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് അഖ്സൽ ഹൽക്ക് എന്നാണ്. അഖ്സൽ ഹൽക്ക്, അഖ്സൽ ഹൽക്ക്, അഖ്സൽ ഹൽക്ക്. അതിന്റെ മഖ്റജ് ഏതൊക്കെയാണ്? ഹംസ വ ഹ, ഹംസ വ ഹ, ഹംസ, ഹംസ, ഹംസ. എന്താണ് അഖ്സൽ ഹൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അഖ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങേയറ്റം എന്നാണ്. തൊണ്ടയുടെ അങ്ങേയറ്റം, തൊണ്ടയുടെ എൻഡ് പോയിന്റ്, തൊണ്ടയുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് പുറപ്പെടുന്ന 2 ഹർഫുകളാണ് ഹംസയും ഹാവും. അപ്പോ ഹംസ, ഹ, ഹംസ. ഇവിടുന്ന് തന്നെ വരണം. ഹ ഹ, ഹംസ. അതേപോലെ അ അ അ അ അ ഇ ഉ, ഹ ഹി ഹു, അ ഇ ഉ, ഹ ഹി ഹു. രണ്ടും വ്യത്യാസം വരണം കേട്ടോ. ഇതേപോലെ നമ്മളുടെ ഹർഫുകൾ ഓരോന്നും നമ്മൾ കൃത്യമാക്കണം. ഇപ്പൊ ഇന്ന് നേരത്തെ പാരായണം ചെയ്തൊരു അടിപൊളിയായിട്ട് പാരായണം ചെയ്തിട്ട്. അപ്പൊ അഖ്സൽ ഹൽക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ടയുടെ അങ്ങേ അറ്റം, അടി ഏറ്റവും തൊണ്ടയുടെ അങ്ങേ അറ്റത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഹർഫുകൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. തൊണ്ടയുടെ അങ്ങേ അറ്റം, അതാണ് ഹംസ വ ഹ, ഹംസ വ ഹ. രണ്ടാമത്തത് വസത്തുൽ ഹൽക്ക്. വസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്യം അല്ലേ? മധ്യമ, നമ്മള് പിന്നെ മധ്യമ സമൂഹമാണെന്നൊക്കെ പറയാറില്ലേ? അപ്പൊ വസത്ത് എന്ന് പറയുമ്പോൾ തൊണ്ട ഇങ്ങനെ 3 എണ്ണാക്കി തിരിക്കുകയാണെങ്കിൽ നടുഭാഗം, അവിടുന്ന് വരേണ്ടതാണ് അടുത്ത 2 എണ്ണം. ഇവിടുന്ന് വരേണ്ടത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഐൻ, 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 ഐൻ. പിന്നെ ഹ, 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 ഐൻ, ഹ. ഓക്കെ, വസത്ത് കേട്ടോ. പിന്നെ അദ്ന അൽ ഹൽക്ക്, അദ്നൽ ഹൽക്ക്. അദ്നൽ ഹൽക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ടയുടെ ടോപ്പ്, ഇങ്ങേ അറ്റം എന്നൊക്കെ പറയാം. തൊണ്ടയുടെ ഈ ഒരു തൊണ്ടയുടെ ഈ എന്താ പറയാ, ഇപ്പൊ എൻപാട്ട് എന്ന് പറയാം. തൊണ്ട അവസാനിക്കുന്നിടത്തുനിന്ന് പുറപ്പെടുന്നതാണ്. അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഖൈൻ, ഖൈൻ. പിന്നെ ഇനി അത് നമ്മൾ കൃത്യമായിട്ട് ഇത് പറഞ്ഞു തരും കേട്ടോ. അപ്പൊ നമ്മൾ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. മഖാരിജ് 5 എണ്ണം. മഖ്റജുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനം 5 എണ്ണമാണ്. ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൽക്ക്, ലിസാന്, ഷഫത്താൻ, ഷഫത്തൈൻ, ഷഫത്താൻ 2 ചുണ്ടുകൾ, പിന്നെ ജൗഫും ഹൈഷുവും. 5 എണ്ണം കേട്ടോ. തൊണ്ടയുടെ പിന്നെ തൊണ്ടയുടെ അല്ല, സോറി, അക്ഷരങ്ങൾ ഉത്ഭവിക്കുന്ന സ്ഥാനങ്ങൾ
പ്രധാനമായിട്ടും 5 എണ്ണായിട്ടാണ് തരംതിരിക്കുന്നത്. 5 എണ്ണം. ആ 5 എണ്ണാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, അതിൽ ഹൽക്ക് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. തൊണ്ടയുടെ അക്ഷരങ്ങൾ എവിടുന്നും ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുക. അതിൽ തൊണ്ടയുടെ പിന്നെ അക്ഷരങ്ങൾ 6 എണ്ണാണ് അല്ലേ? 6 എണ്ണാണ് തൊണ്ടയുടെ അക്ഷരങ്ങൾ. ഹംസുൻ ഹ, ഐനുൻ ഹ, ഗൈനുൻ ഖ. ഹംസുൻ ഹ, ഐനുൻ ഹ, ഗൈനുൻ ഖ. ഖ. ഇങ്ങനെ 6 ഹർഫുകളാണ്. ഈ 6 ഹർഫുകൾ 3 സ്ഥലങ്ങളിൽ നിന്ന്, തൊണ്ടയുടെ തന്നെ 3 സ്ഥലങ്ങളിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഒന്നാമത്തത് അഖ്സൽ ലിസാൻ, തൊണ്ടയുടെ അങ്ങേയറ്റം, തൊണ്ടക്കുഴിയിൽ നിന്ന് വരുന്നത് അഖ്സൽ ഹൽക്ക്. 2 ഹർഫുകളാണ്, ഹംസയും ഹാവും. അ ഹ അ ഹ അ ഹ അ ഹ അ അ ഇ ഉ അ ഇ ഉ. വിശദമായിട്ട് പറയാണ്ട്, അപ്പൊ നമുക്ക് ഒന്നുകൂടി കൃത്യമായിട്ട് പറയാം. പിന്നെ വസത്തുൽ ഹൽക്കാണ്. വസത്തുൽ ഹൽക്ക് അതിന്റെ പിന്നെ അതിൽ നിന്നും പുറപ്പെടുന്ന, അതായത് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് പുറപ്പെടുന്നത് ഐൻ വ ഹ. ഐൻ വ ഹ. ഐനുൻ ഹഉൻ. പിന്നെ രണ്ടാമത്തത് അദ്നൽ ഹൽക്ക്. അദ്ന എന്ന് പറഞ്ഞാൽ തൊണ്ടയുടെ ഇവിടെ, തൊണ്ടയുടെ ടോപ്പ് ഓഫ് ദ ഹൽക്ക്, തൊണ്ടയുടെ ടോപ്പ് എന്ന് പറയാം. അവിടുന്ന് പുറപ്പെടുന്ന ഹർഫുകളാണ് ഗൈൻ വ ഖ. ഗൈൻ വ ഖ. ഓക്കെ. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എന്നിട്ട് നമുക്ക് ഓരോ പിന്നെ അഖ്സൽ ഹൽക്കും വസത്തുൽ ഹൽക്കും അദ്നൽ ഹൽക്കും ഒക്കെ നമുക്ക് നോക്കണം. ഇപ്പം അത് ഉച്ചരിക്കുമ്പോ ഏകദേശം ഒരേപോലെയാണ് തോന്നുന്നത്. അങ്ങനെ തോന്നാൻ വസത്തുൽ പാടില്ല. ഹൽക്കും കൃത്യമായിട്ട് വേറെ വേറെ തന്നെ ആയിരിക്കണം. ഞാൻ നിങ്ങളെ കൊണ്ട് പരമാവധി ആളുകളെ കൊണ്ട് നീ അടുത്തത് പറയിക്കും. അപ്പൊ ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ നോക്കണം. വ്യത്യാസം ഉണ്ടാവണം. കാരണം അത് മൂന്ന് സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്ന 3 ശബ്ദങ്ങളാണ്. അപ്പൊ നിർബന്ധമായിട്ടും വ്യത്യാസം ഉണ്ടാവണം. ഓക്കെ. അപ്പൊ ആർക്കും ഒരു സംശയവും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനഞ്ഞ് ഒന്നും കൂടി എന്താവുകയാണ്, ഒന്നും കൂടി നമ്മളൊന്ന് പിന്നെ തൊണ്ടയുടെ ആ ഒരു ഭാഗങ്ങളും അക്ഷരങ്ങളും ഒന്നും കൂടി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതാക്കാണ്. അഖ്സൽ ഹൽക്ക് ബോട്ടം ഓഫ് ദ ത്രോട്ട് ആണ്. ഹംസുൻ ഹ അ ഹ അ ഹ അ ഹ. ഓക്കെ. പിന്നെ വസത്ത് മിഡിൽ, തൊണ്ടയുടെ മധ്യഭാഗം ഹ ആ ഹ ആ ഹ ആ. പിന്നെ വരുന്നത് അതിന ടോപ്പ്, ഏറ്റവും മുകളിൽ, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്തു നിന്ന് വരുന്നതാണ് ഖ ഗ ഖ ഗ ഖ ഗ. ഓക്കെ. ഇതാണ് പിന്നെ മഖ്റജ് 5 എണ്ണാണ്. അതിനുശേഷം 5 മഖ്റജിൽ നിന്ന് തൊണ്ടയെ നമ്മൾ തിരഞ്ഞെടുത്തു. തൊണ്ടയിലെ അക്ഷരങ്ങൾ വരുന്നത് 3 ഭാഗത്തു നിന്നാണ്. ഒന്ന് വസത്തുൽ ഹൽക്ക്, 2 അഖ്സൽ ഹൽക്ക്, വസത്തുൽ ഹൽക്ക്, അദ്നൽ ഹൽക്ക്. അതിൽ അദ്നൽ ഹൽക്ക് എന്ന് വരുന്ന ഹർഫുകളാണ് ഖ ഗ. വസത്തുൽ ഹൽക്ക് എന്ന് വരുന്ന അക്ഷരങ്ങളാണ് ഹ ആ. അഖ്സൽ ഹൽക്ക് എന്ന് വരുന്നതാണ് അ ഹ. ഓക്കെ. ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ. ഇനി ഒന്നും കൂടി നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാൻ പോവാം. സാറേ അഖ്സൽ ഹൽക്ക് എന്ന് പറയാ ഹംസ് ഹ എന്ന് പറഞ്ഞാ പോരെ? ആ ഹ എന്ന് പറയാ ഹംസ് ഹ എന്ന് പറഞ്ഞാൽ ശരിയാവും. ഹംസും ആവും പറയുന്ന സമയത്ത് ഒരിക്കലും എവിടെ എത്തുന്നില്ല. ആ ഹംസ് എന്ന് പറയുമ്പോ ഹംസയിലേക്ക് എത്തുന്നില്ല. ശരിക്കും ഹംസ എന്ന് പറയുമ്പോൾ നമുക്ക് ഹർഫായിട്ട് വരുന്നത് ശബ്ദം ഇതാണ് അ ഇ ഉ അൻ ഇൻ ഉൻ. അതാണ് കേൾക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അക്ഷരങ്ങൾ ഏതാന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഹംസയും ഹാവും എന്ന് പറയാം. ശബ്ദമാണ് നമുക്കിത് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഓരോന്നിന്റെയും ശബ്ദം കൃത്യമായിട്ട് പാരായണത്തിൽ കൂടി വരണം. ശബ്ദമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അതെ, അതിന്റെ പേര് ഹംസുൻ ഹ, കുഴപ്പമില്ല. പക്ഷെ പേര് ഹംസ, സൗണ്ട് വരുന്നത് ആ.
ആ അങ്ങനെയല്ലേ? ആ ഞാൻ പറയാം ഞാൻ അങ്ങോട്ട് പോവാണ്. ഓക്കെ, ഇതാണ്. നിങ്ങൾ നോക്കൂ, അക്സൽ ഹൽക്ക് എന്ന് പറയുന്നത് തൊണ്ടയുടെ അങ്ങേ അറ്റമാണ്. തൊണ്ടയുടെ അങ്ങേ അറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം ഒരു ഡോട്ട്. ഇത് കണ്ടില്ലേ? ഈ മൗസ് ഇങ്ങനെ കറങ്ങുന്നോട്ട് ഒരു ചെറിയ ഡോട്ടും പിന്നെ വൈഫൈന്റെ കുറെ ചിഹ്നങ്ങളും കാണാം. അപ്പോൾ ഇവിടെ നിന്നാണ് അ ഹ അ ഹ അ ഇ ഉ. അപ്പോൾ തൊണ്ടയുടെ അങ്ങേ അറ്റത്തു നിന്നാണ് എന്ത് വരേണ്ടത്? ഹംസയും അ അ ഇ ഉ. അല്ലാണ്ട് അ ഇ ഉ എന്ന് പറയുന്ന സമയത്ത് തൊണ്ടയിലേക്ക് ഇറങ്ങുന്നില്ല. ശരിക്കും തൊണ്ടയുടെ അങ്ങേ അറ്റത്തു തന്നെയാണ് ആ ശബ്ദം കൃത്യമായിട്ട് വരേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ കുറച്ച് ആളുകൾ ചെയ്യേണ്ടത്, അപ്പം ഞാൻ പേര് വിളിക്കുന്നില്ല, നമ്മൾ എല്ലാവരും പരിചയപ്പെട്ട് വരുന്നുള്ളൂ. കുറച്ച് ആളുകൾ ഈ അ ഇ ഉ എന്നിട്ട് താഴെയുള്ള ആ വാക്കൊന്ന് ചൊല്ലണം. ആരാണ്? ചെയ്യണ്ട, പാരായണം ചെയ്യാത്ത പുതിയ ആളുകൾ ചെയ്യട്ടെ. നേരത്തെ രണ്ടാൾക്കാർ പാരായണം ചെയ്തു, ഒരു ചെയ്യണ്ട, ബാക്കിയുള്ള ആൾക്കാർ ചെയ്തു. യസ്അലു ഇ സുഇല ഉ യുനബ്ബിഉഹും. ഒന്നും കൂടി, അ ഇ ഉ അത് പറയൂ. അ ഇ ഉ. നീ വായിക്കൂ താഴത്ത്. യസ്അലു സുഇല യുനബ്ബിഉഹും. യുനബ്ബിഉഹും. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾ എന്നെ അടുത്തതും താഴെയുള്ളതും വായിക്കൂ. ഹ ഹി ഹു. ഒന്നും കൂടി. ഹ ഹി. ഹ ആ ഹി പോരാ. ഹ ഹി ഹു. ഹി ഹു. ഹ ഹി ഹു. അഷ്ഹദു റബ്ബിഹിം മിൻഹും. ഓക്കെ, അടുത്തൊരാൾ പറയൂ. സെയിം രണ്ടും. അ ഇ ഉ. യസ്അലു സുഇല യുനബ്ബിഉഹും. അടുത്തത് ഹ ഹി ഹു. അഷ്ഹദു റബ്ബിഹിം മിൻഹും. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. അടുത്ത ആള് അ ഇ ഉ. യസ്അലു സുഇല യുനബ്ബിഉഹും. ഹ ഹി ഹു. അഷ്ഹദു റബ്ബിഹിം മിൻഹും. ഓക്കെ, നെക്സ്റ്റ് വേറൊരാള്. അ ഇ ഉ. യസ്അലു സുഇല യുനബ്ബിഉഹും. ഹ ഹി ഹു. അഷ്ഹദു റബ്ബിഹിം മിൻഹും. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാഹ്. അടുത്തൊരാള്. അ ഇ ഉ. യസ്അലു സുഇല യുനബ്ബിഉഹും. ഹ ഹി ഹു. അഷ്ഹദു റബ്ബിഹിം മിൻഹും. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാഹ്. ഒരാളും കൂടി പറഞ്ഞോളൂ. അ ഇ ഉ. യസ്അലു സുഇല യുനബ്ബിഉഹും. അഷ്റഫ് ഖാൻ, കുറച്ചും കൂടി ഒന്ന് ഒരു പിന്നെ കുറച്ചും കൂടി ഇറങ്ങാണ്ട്, ഐനൊന്നും കുറച്ചും കൂടി താവാണ്ട്. അ ഇ ഉ. അ ഇ ഉ. അ ഇ ഉ. അ ഇ ഉ. യസ്അലു സുഇല സുഇല എന്ന് പറയുമ്പോ ഒരു ഇതായി പോകുന്നുണ്ട്. സുഇല. ഓക്കെ യുനബ്ബിഉഹും. ഓക്കെ, അടുത്തൊന്ന് പറയൂ. അടുത്ത താഴത്തുള്ളത് മൂന്നെണ്ണം. ഹ ഹി ഹു. അഷ്ഹദു റബ്ബിഹിം മിൻഹും. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാഹ്. വേറെ ആരും ഒരാളും കൂടി പറഞ്ഞിരുന്നല്ലോ, ഒരു കൂടി പറഞ്ഞോളൂ, നമുക്ക് അടുത്തേക്ക് പോവാം. അഷ്റഫ് ഖാൻ. ഇ ഉ. യസ്അലു
സുഇല ആ യുനബ്ബിഉഹും ഓക്കെ ഹ ഹി ഹു ഓക്കെ അഷ്ഹദു ആ റബ്ബിഹിം ഓക്കെ മിൻഹും. ഓക്കെ 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 അൽഹംദുലില്ലാ. അപ്പൊ ഏകദേശം പറഞ്ഞവരൊക്കെ ഏകദേശം റെഡിയാണ്, കുഴപ്പമില്ല. അ ഇ ഉ യസ് അലു സുഇല യുനബ്ബിഉഹും ഫഅതു ഫഅതു ബിസമ യുഅ്മിനൂന ഹ ഹി ഹു അഷ്ഹദു റബ്ബിഹിം മിൻഹും തഹ്തദു ഇഹ്ദിന മുഹ്തദീൻ മുഹ്തദീന. ഓക്കെ, എല്ലാവരും ഉഷാറായിട്ട് പറഞ്ഞിട്ടുണ്ട് അൽഹംദുലില്ലാ. ഓക്കെ, ഇനി നമുക്ക് ഈ പറയാത്ത ആൾക്കാർ ഇതൊന്ന് വായിക്കൂ. യസ്അലു അയ്യാന യൗമുൽ ഖിയാമത്ത്. ഓക്കെ, യസ്അലു അയ്യാന യൗമുൽ ഖിയാമ. ഒന്ന് അങ്ങനെ പാരായണം ചെയ്യൂ. യസ്അലു അയ്യാന യൗമുൽ ഖിയാമ. ഓക്കെ, യസ്അലു. യസ്അലു അയ്യാന ഓക്കെ, നേരത്തെ പറഞ്ഞ ഒരു യൗമുൽ യസ്അലുവിൽ ഖിയാമ. ഒരു ഐനിലേക്ക് പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. യസ്അലു. ആ ഓക്കെ ഓക്കെ, ഇപ്പൊ റെഡിയാണ് അൽഹംദുലില്ലാ. ബാറക്കല്ലാഹു ഫീ. അടുത്തൊരാള് ഇതൊന്ന് പാരായണം ചെയ്യൂ. മൈക്ക് ഓഫ് ആക്കിയിട്ട് പാരായണം ചെയ്യുന്ന ആൾ മാത്രം മൈക്ക് ഓൺ ആക്കുക, ബാക്കിയുള്ളവർ മൈക്ക് ഓഫ് ആക്കണേ. അടുത്ത ആളെ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൽ, 40ഓളം ആൾക്കാരുണ്ട്. പിന്നെ എത്ര ആൾക്കാർ പഠിതാക്കളായിട്ടുണ്ട് എന്നൊന്നും അറിയില്ല, നമുക്ക് പിന്നീട് പരിചയപ്പെടാം. അടുത്തൊരാള് ഇതുവരെ പറയാത്ത ഒരാള് ഇതൊന്ന് പാരായണം ചെയ്തു. أم تريدون أم تريدون أن تسألوا رسولكم كما سئل موسى من قبل ഓക്കെ ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل. മാഷാഅല്ലാ മാഷാഅല്ലാ, ഉഷാറായിട്ടുണ്ട് ഉഷാറുണ്ട്. ഇവിടെ അം തുരീദൂന അൻ തസ്അലു, അവിടെ ഒരു ഹംസ വന്നു. കമാ സുഇല മൂസ, അവിടെ ഹംസ വന്നിട്ടുണ്ട്. പിന്നെ ബിൽ ഈമാനി സവാഅസ്സബീൽ. അപ്പൊ ഹംസനെ നമ്മൾ കുറച്ചൊക്കെ പരിചയപ്പെട്ടു. അടുത്ത ഒരു ആയത്ത് അടുത്തൊരാൾ പാരായണം ചെയ്യൂ. സൂറത്ത് മുൽക്കിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ കബീർ. ഓക്കെ, ഉഷാറായിട്ട് നല്ല കിറാത്താണ്. ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കണം കേട്ടോ. എന്താ ഹിബ എന്നാണ് പേരും തോന്നുന്നു. ഒന്നുകൂടി ശരിയാ, പിന്നെ ഒന്ന് അക്ഷരങ്ങളൊക്കെ ഒന്ന് ഉറപ്പിച്ച് പറയണം. അപ്പോഴാണ് ഒന്നും കൂടി ഒന്ന് ക്ലിയർ കൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരണം. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ കബീർ. ഒന്നും കൂടി പാരായണം ചെയ്യൂ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ കബീർ. ഓക്കെ, ഇൻഷാല്ലാ ഉഷാറായിട്ട് പാരായണം ചെയ്യുന്നുണ്ട്, നല്ല ഉഷാറാണ്. നമുക്ക് ഒന്നും കൂടി ഉഷാറാക്കി എടുക്കുക. ഗുഡ്, വെരി ഗുഡ്, അങ്ങനെ തന്നെ. ഇൻഷാല്ലാ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകണോ അതല്ല അവിടെ നിർത്തണോ? 8:30 ആയി, 9, 10 മണി. നാട്ടില് പ്രയാസം വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അതല്ല ഇത് മൊത്തം പറഞ്ഞു തീർത്തിട്ട് പോവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, മതി. അപ്പോ തൊണ്ടയുടെ അക്ഷരങ്ങളാണ് നമ്മളിപ്പോ മഖാരിജുൽ ഹുറൂഫ്, തൊണ്ടയുടെ അക്ഷരങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ പഠിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞത് പിന്നെ ഒന്ന് മാത്രമാണ് പഠിപ്പിച്ചത്. അതായത് പിന്നെ അക്സൽ ലിസാൻ, തൊണ്ടയുടെ അങ്ങേ അറ്റത്തുനിന്ന് പുറപ്പെടുന്ന 2 ഹർഫുകളെ കുറിച്ച് മാത്രമാണ് ഇന്ന് പഠിച്ചത്. അത് ഹംസുൻ ഹംസുൻ
സോറി, അക്സൽ ഹൽക്കാണ്, അക്സൽ ലിസാനായി പോകുന്നുണ്ട്, ഹൽക്കൻ. ലിസാന് ഉണ്ട്, ലിസാന് മാറിപ്പോയതാണ്, സോറി. അക്സൽ ഹൽക്കാണ്, തൊണ്ടയുടെ അങ്ങേ അറ്റത്തു നിന്നാണ്, സോറി. ഇപ്പൊ തൊണ്ടയുടെ അങ്ങേ അറ്റത്തുനിന്ന് വരുന്ന രണ്ട് അക്ഷരങ്ങളാണ് അ, ഹംസയും ഹ ഉം, ഹംസയും ആ. അപ്പൊ അ ഇ ഉ, അ ഇ ഉ എന്നുള്ള അതും ഹ ഹി ഹു, രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കാര്യമായിട്ട് പഠിച്ചത്. ഒന്ന്, അക്ഷരങ്ങളുടെ ഉത്ഭവ സ്ഥാനങ്ങൾ 5 ആ 5 നമ്മൾ ഓർത്തു വെക്കുക. ഹൽക്ക്, ലിസാന്, ഷഫത്താൻ, പിന്നെ ജൗഫ്, ഖൈഷും. ഹൽക്ക്, ലിസാന്, ഷഫത്താൻ, ഖൈഷും, പിന്നെ ജൗഫ്, ഇങ്ങനെ 5. പിന്നെ അതിന് നമ്മൾ ഹൽക്കിനെ തിരഞ്ഞെടുത്തു. ഹൽക്ക് വീണ്ടും 3 തരംതിരിക്കുന്നുണ്ട്. അക്സൽ ഹൽക്ക്, പിന്നെ വസത്തുൽ ഹൽക്ക്, പിന്നെ അദ്നൽ ഹൽക്ക്, അങ്ങനെ 3 തരംതിരിക്കുന്നുണ്ട്. അതിൽ അക്സൽ ഹൽക്കാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഹംസുൻ ഹ, അതായത് അ ഇ ഉ, ഹ ഹി ഹു, ഈ കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് പിന്നെ ഗ്രൂപ്പിൽ നിങ്ങൾ ചർച്ച നടത്താം. കുറച്ച് ആയത്തുകളൊക്കെ എന്ത് ചെയ്യുക, ഹംസ വരുന്ന, ഹ വരുന്ന ആയത്തുകളൊക്കെ നിങ്ങൾ ഖുറാനിൽ കണ്ടുപിടിച്ചിങ്ങായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ പാരായണം ചെയ്ത് കൊടുക്കുക. അതിൽ എന്തെങ്കിലും ശരിയാക്കാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മെൻറ്റേഴ്സ് അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ നിങ്ങളെ മെൻറ്റേഴ്സിന് നിങ്ങൾ ഓതി കൊടുക്കുക എല്ലാവരും കേട്ടോ. നിങ്ങൾ അവരെങ്ങനെ പിന്നെ എന്താ പറയാ, ആരെന്താ ചോദിക്കണ്ടോ? ഉസ്താദേ, മധ്യഭാഗവും ടോപ്പും കൂടി ജസ്റ്റ് ഒന്ന് പറയാവോ, ഫൈനൽ സമ്മറൈസിംഗിൽ? പറയാലോ. ഞാൻ ബാക്കോട്ട് അടിക്കാം, ഇങ്ങനെ പറഞ്ഞുതരാം. അദ്നൽ ഹൽക്ക് എന്ന് പറയുമ്പോ തൊണ്ടയുടെ ടോപ്പാണ്. അതായത് നിങ്ങൾ വയലറ്റിൽ കാണുന്നതിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ഭാഗത്തിനാണ് അദ്നൽ ഹൽക്ക് എന്ന് പറഞ്ഞത്. അവിടുന്നാണ് വരുന്നത് അത് നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യണം. അവിടെ തന്നെയാണ് എന്ന് പറയുമ്പോൾ പറയുന്ന സമയത്ത് ആ കൃത്യമായിട്ട് ആ പൊസിഷൻ നിങ്ങൾക്ക് കിട്ടണം. പിന്നെ വസത്ത്, തൊണ്ടയുടെ മധ്യഭാഗം ലേശം താന്ന്, പിന്നെ പിന്നെ മറ്റേത് പിന്നെയും താവുകയാണ്. ഏത്, വസത്ത് കഴിഞ്ഞിട്ട് വരുന്ന അക്സൽ ഹൽക്കുന്ന തൊണ്ടയുടെ അറ്റം അടിയിലെ ഭാഗം, അക്സൽ അങ്ങേയറ്റം, ബോട്ടം ഓഫ് ദ ത്രോട്ട് എന്ന് പറയുന്ന ഭാഗം വരുമ്പോ അ ഹ അ ഹ അ അ അ അ അ ഹ അ ഹ അ, അതല്ലാണ്ട് തൊള്ളയെന്നൊന്നും വരരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ തൊണ്ടയുടെ അക്ഷരങ്ങൾക്കുള്ള ഒരു വിഷയം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാം ഒരേപോലെയാണ് തോന്നും. ഹും രണ്ടും ഒഴിവാക്കിയിട്ട് വരുന്ന പിന്നെ ഹ ഹ ഹ ഹ, ഇതൊക്കെ പാരായണം ചെയ്യുന്ന സമയത്ത് മിക്കവാറും 3 ഏകദേശം ഒരേപോലെ, ഹംസയും ഹാവും ഹാവും ഏകദേശം ഒരേപോലെ തന്നെ. ചിലവര് ഐനും ഹംസയും തമ്മിൽ ഒരേപോലെ ആക്കിക്കാറുണ്ട്. ഹാവും ഹാവും അത് ചില സമയത്ത് ഒരേപോലെ ആയി പോകാറുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഓരോന്ന് നമ്മൾ എവിടുന്നാണോ പുറപ്പെടേണ്ടത് അവിടുന്ന് തന്നെ പുറപ്പെടണം. അപ്പോഴാണ് നമ്മൾ തജ്വീദുൽ ഹുറൂഫ് എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് വരിക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഒരു പാരായണത്തിന്റെ ആ ഒരു അക്ഷരം ഇങ്ങനെ അത് കൃത്യമായിട്ട് അതിന്റെ മഖ്റജ് എന്ന് വരുമ്പോൾ ഒരു ഭംഗി വരാനുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ കൊണ്ടുപോവുക. ഇനി ഈ അക്ഷരങ്ങളെ മുഴുവൻ അക്ഷരങ്ങളുടെയും ഒരു പ്രൊനൗൺസിയേഷൻ ഔഷാദ് ഉസ്താദിന്റെ ഒരു ചെറിയ വീഡിയോ ഉണ്ട്, ഞാൻ നോക്കട്ടെ, എവിടെയോ എൻ്റെ സിസ്റ്റത്തിലുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. ഇനിയിപ്പോൾ അത് കിട്ടിയിട്ടില്ലെങ്കിൽ യൂട്യൂബിലുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് കേൾക്കാം. അപ്പോൾ അക്ഷരങ്ങളുടെ പേര് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ, നിർബന്ധമായിട്ടും. ഞാൻ നിങ്ങൾക്ക് ഇതുവരെ എടുത്ത ഭാഗങ്ങളുടെ സ്ലൈഡ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ അക്ഷരങ്ങളുടെ പേര്, ഇപ്പൊ അലിഫ് എന്ന് അലിഫ്, അതേപോലെ ബ ത സ ജീം, അത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ആയത്ത്, ഇപ്പൊ താഴത്തേക്ക് നോക്കുക, ഒരു ആയത്ത് നമ്മൾ എടുക്കുകയാണ്. അപ്പൊ യസ് അലു എന്നുള്ളത് നമ്മൾ തഹജി പറയുമ്പോൾ യ ഫത്ഹയ എന്ന് പറയുമ്പോൾ യാ എന്ന് നമുക്ക് കിട്ടണം. സീൻ സ സുക്കൂൻ എന്ന് പറഞ്ഞാൽ പോരാ, സീൻ സുക്കൂൻ, യസ് ഹംസ ഫത്ഹ യസ് ലാം ദൊമ്മാലു യസ് അലു. അപ്പോൾ ഈ ഓരോ ഹർഫിന്റെ പേര് നമ്മൾ പഠിച്ചാലേ തഹജ് കൃത്യമായിട്ട് പറയാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മുഴുവൻ 28 ശബ്ദമുള്ള അക്ഷരങ്ങളും പ്ലസ് അലിഫ്
അതിൻ്റെ പേര് അതേപോലെ പഠിച്ചു വെക്കുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അതാണ് നിങ്ങൾക്ക് ഇന്നത്തെ ശരിക്കുള്ള ഒരു ടാസ്ക് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നെ മഖ്റജ് ഹംസും ഹാവും മാത്രം പറഞ്ഞിട്ടുള്ളൂ, അതൊന്ന് നിങ്ങൾ കൃത്യമായിട്ട് അവിടുന്ന് തന്നെ വരുന്നുണ്ടോ നോക്കുക. അപ്പം നിങ്ങൾ തന്നെ വിശുദ്ധ ഖുർആനിൽ നിന്ന് 1-2 ആയത്തുകൾ ഹംസയും ഹാവും വരുന്ന ആയത്തുകൾ കണ്ടെത്തിയിട്ട് അത് നിങ്ങളുടെ ചെറിയ ഗ്രൂപ്പ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ചെറിയ ഗ്രൂപ്പുകൾ, ആ ഗ്രൂപ്പിൽ നിങ്ങൾ ഓതിയിട്ട് കൊടുക്കുക. അപ്പോൾ അത് മെൻറ്റേഴ്സ് അവിടെ ഹംസക്കോ ഹാവിനോ എന്തെങ്കിലും ക്ലിയർ പ്രശ്നം വരികയാണെങ്കിൽ അവർ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തു തരും. അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് അവർ ക്ലിയർ ചെയ്തു തരും. അപ്പോൾ അത് നിങ്ങൾ തന്നെ സ്വയം ചെയ്യുക. രണ്ടാമത്തത് അക്ഷരങ്ങളെ നിങ്ങൾ ഗ്രൂപ്പിൽ പറഞ്ഞോളൂ. നിങ്ങളെ മുഴുവൻ 28 അക്ഷരങ്ങളും നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ പിന്നെ ഇങ്ങനെ തന്നെ പേരിട്ടോ, അലിഫ്, ഹംസ, ഹ, പിന്നെ അലിഫ്, ഹംസ, ബ, ത, സ, അങ്ങനെ 28 അക്ഷരങ്ങളൊന്ന് നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് നിങ്ങൾ പറഞ്ഞോളൂ. അതേപോലെ 1-2 ആയത്തുകൾ, കൂടുതൽ വേണ്ട, 1-2 ആയത്തുകളൊന്ന് നിങ്ങൾ തന്നെ ഖുർആനിൽ നിന്ന് കണ്ടെടുത്ത ചെറിയ നിങ്ങൾക്ക് അറിയുന്ന, എന്നിട്ട് ആ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്യുക. പാരായണം ചെയ്യുന്ന സമയത്ത് ഹംസയും ഹാവും വരുന്നിടത്ത് എന്തെങ്കിലും എല്ലാ തെറ്റുകളും പറഞ്ഞു തരൂല. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, കൺഫ്യൂഷൻ ഒരുപാട് വരും. നമ്മൾ എടുക്കുന്ന ഭാഗത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാത്രം നമ്മൾക്ക് ക്ലിയർ ചെയ്ത് തരും. ബാക്കിയുള്ളത് നമുക്ക് ഇങ്ങനെ പഠിച്ചു വരികയാണല്ലോ, അപ്പോൾ അതിൻ്റെ സമയത്ത് നമുക്കത് ക്ലിയർ ചെയ്ത് പോകാം. വേറെ എന്തെങ്കിലും തെറ്റുകളുണ്ട് അവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞു തരും. അല്ലാണ്ട് അവിടെ നിയമങ്ങളിലേക്കും മറ്റൊക്കെ പോകുമ്പോൾ ആകപ്പാടെ കൺഫ്യൂഷൻ, അതിലേക്ക് നിങ്ങൾ പോകണ്ട. ഇപ്പം നമ്മൾ ഒരു ആയത്ത് എടുത്ത് ഓതുക, അതിൽ ഹംസയും ഹാവും ക്ലിയർ ആവുണ്ടോ നോക്കുക. എന്തെങ്കിലും ക്ലിയർ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ മെൻറ്റേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ ഓരോ ഹർഫിൻ്റെ പേരും നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്രൂപ്പിൽ നിങ്ങൾ പാരായണം ചെയ്ത് നിങ്ങൾ വോയിസ് ആയിട്ട് ഇടുക നിങ്ങളുടെ ഗ്രൂപ്പിൽ. അപ്പോൾ അവിടെ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ മെൻറ്റേഴ്സ് ക്ലിയർ ചെയ്ത് തരും. എന്തായാലും സന്തോഷം. അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ലാസ്സിൻ്റെ അവസാനം വരെ ഈ ഒരു രീതിയിൽ നിലനിർത്താനും അതിനുള്ള സമയവും സന്ദർഭങ്ങളൊക്കെ അള്ളാഹു ഒരുക്കി തരട്ടെ. അതാണല്ലോ നമുക്ക് സമയവും കാര്യങ്ങളൊക്കെ ആണ് എപ്പോഴും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോവും. നൗഷാദ് ഉസ്താദിൻ്റെ ഹൗസ് വാമിംഗ് ആണ് അടുത്ത ആഴ്ച. അപ്പം അതിൻ്റെ ഒരു തിരക്കാണ്. ഉസ്താദ് വന്ന് എടുക്കേണ്ടതാണ്. ഉസ്താദ് ഇന്ന് വരാതിരുന്നത് ഇതാണ് വിഷയം. എന്താ വെച്ചാൽ പിന്നെ തിരക്കിലാണ്. പിന്നെ അടുത്ത ആഴ്ചയും വരാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് പിന്നെ പരമാവധി ഉസ്താദിനെ തന്നെ ക്ലാസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ഹലാലായ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. ഈ ഖുർആൻ പഠനം അത് നമുക്ക് പൂർണ്ണമായ രീതിയിൽ പൂർത്തീകരിക്കാനുള്ള സമയവും സന്ദർഭവും ആയുരാരോഗ്യമൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ കുടുംബത്തിൽ നമ്മളിലൊക്കെ ഒരുപാട് ആൾ പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്, ശാരീരികവും മാനസികവുമായിട്ട് പലതരത്തിലുള്ള പ്രയാസങ്ങൾ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച അവരുടെ സഹോദരൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, പേര് ഞാൻ മറന്നുപോയി. എന്തായാലും അള്ളാഹു എളുപ്പത്തിൽ ഷിഫ നൽകട്ടെ, ഏറ്റവും ഹൈറായത് നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിലുണ്ട്, എപ്പോഴും ഓർമ്മയിലുണ്ട്, നമസ്കാരത്തിൽ പ്രാർത്ഥനയിലും ഉണ്ട്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. അതേപോലെ ഒരുപാട് ആൾക്കാർ നമ്മളെ കുടുംബത്തിലൊക്കെ, നമ്മുടെ ഉപ്പ ഉമ്മ പ്രായമായ ഉപ്പമാരും ഉമ്മമാരൊക്കെ ഏറെ പ്രയാസത്തിൽ ആയിരിക്കും. നമുക്കറിയാം. എൻ്റെ ഉപ്പ ആണെങ്കിലും അങ്ങനെ എല്ലാവർക്കും അങ്ങനെ അസുഖം. ഇപ്പം എൻ്റെ വൈഫിൻ്റെ വല്യപ്പ ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജിലാണ്, ഭയങ്കര വേദന ആയിട്ട് ഒരു പ്രയാസത്തിലാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഷിഫ നൽകട്ടെ, മഗ്ഫിറത്തും നൽകട്ടെ. അതേപോലെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത ആഴ്ച ഇതേ സമയം തന്നെ കാണാം. ഇഷാന്റെ സമയം 8:30 ആണെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഇങ്ങോട്ട് മാറ്റിയത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് ഒരു സമയത്തിനനുസരിച്ച് പരമാവധി എങ്ങനെയാ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ. അസ്സലാമു അലൈക്കും.